അക്ഷരം MC യൂട്യൂബിലേക്ക് സ്വാഗതം. നൂറനാട് മോഹനചന്ദ്രൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങൾ തുടങ്ങി അതിസങ്കീർണ വിഷയങ്ങളിലേക്ക് ചെന്നെത്തുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ, വീഴ്ചകൾ, കോടികളുടെ സാമ്പത്തിക താല്പര്യത്തോടു കൂടിയുള്ള ഗൂഢാലോചന എന്നിവ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും ദിവസമായി പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണത്തിൽ നിന്നാണ് എല്ലാത്തിനും തുടക്കം. എന്നാൽ ആയതിൻ്റെ ഗൗരവം നമ്മുടെ സർക്കാരോ ദേവസ്വം ബോർഡോ ആദ്യമായി എടുത്തില്ല. പക്ഷേ വാർത്താമാധ്യമങ്ങൾ ഇത് വളരെ ഗൗരവമായി സ്വീകരിക്കുകയും അതിൻ്റെ വഴികളിലൂടെ, അതിൻ്റെ അധോലോക വഴികളിലൂടെ അവർ ഏറെക്കുറെയൊക്കെ സഞ്ചരിച്ച് കിട്ടാവുന്ന, ലഭ്യമാകാവുന്ന കുറേ വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു. ഒരുപക്ഷെ വാർത്താമാധ്യമങ്ങൾ സമസ്തവും ഇത്രയേറെ ഗൗരവത്തോട് നിരീക്ഷിക്കുന്ന ഒരു വിഷയം അടുത്ത കാലത്തുണ്ടായിട്ടുമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മലയാളത്തിലെ മുഖ്യധാര ചാനൽ ഉൾപ്പെടെ അവരുടെ സ്ഥിരം ഡിബേറ്റ് ടൈം ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ഇന്നലെ വരെ ഇന്നത്തെ സ്ഥിതി അറിയില്ല. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള വിശദാംശങ്ങൾക്കൊന്നും അക്ഷരം MC കടക്കുന്നില്ല. എന്നാൽ ഈ ചർച്ചകളിലൂടെയോ അന്വേഷണങ്ങളിലൂടെയോ ഒന്നും രംഗത്തേക്ക് ഇതുവരെ വരാത്ത അതിനിർണായകമായ രണ്ട് ഘടകങ്ങളിലേക്കാണ് അക്ഷരം MC കടക്കുന്നത്. ഒന്ന്, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിയന്ത്രണത്തിലുമുള്ള ലോക്കൽ ഫണ്ട് ആഡിറ്റ് വിഭാഗം. രണ്ട്, ദേവസ്വം വിജിലൻസ്. ഈ രണ്ട് കൂട്ടരും ഒരുപക്ഷെ ക്രമക്കേടുകളിലേക്കോ അല്ലെങ്കിൽ സാക്ഷികളിലേക്കോ ആകേണ്ടവരാണ്. ഒന്നുകിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കൊപ്പമോ അല്ലെങ്കിൽ സാക്ഷികളായോ എത്തേണ്ടവരാണ്. അപ്പോൾ സാക്ഷികളായി എത്തേണ്ട വിജിലൻസ് വിഭാഗമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് എന്ന ഒരു വിരോധാഭാസവും ഇതിലുണ്ട്. എത്രയൊക്കെ ചർച്ച ചെയ്താലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള സ്വർണം, വെള്ളി വകകൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണം ഇവിടെ അനിവാര്യമാകുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും ചാനലിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എങ്കിലും ഈ വീഡിയോയുടെ ഗൗരവം അനുസരിച്ച്, ധർമ്മം അനുസരിച്ച് അതുകൂടി പറയാൻ ബാധ്യസ്ഥനാണ്. ഒരു ഭക്തൻ, ശബരിമല ദേവസ്വം അല്ല, ഏത് ദേവസ്വം ആയിക്കോട്ടെ, അത് മൈനർ ആയിക്കോട്ടെ, പെറ്റി ആയിക്കോട്ടെ, മേജർ ആയിക്കോട്ടെ, ഏതൊരു സ്വഭാവത്തിലോ ഗ്രേഡിലോ ഉള്ള ദേവസ്വങ്ങളായിക്കോട്ടെ, ഒരു ഭക്തൻ ഒരു സ്വർണ്ണ ഐറ്റവുമായി ഒരു ക്ഷേത്രത്തിൽ വരുന്നു, ദേവസ്വം ഓഫീസിൽ വരുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ജീവനക്കാരെ കാണുന്നു, നടക്കി വയ്ക്കുന്നു. നടക്കി വെച്ച് ആ ചടങ്ങുകൾ കഴിയുമ്പോൾ ദേവസ്വം ജീവനക്കാരൻ ഈ വഴിപാട്ടുകാരനെ, ഭക്തനെയും കൂട്ടി ദേവസ്വം ഓഫീസിലേക്ക് വരുന്നു. ഇതിന് രസീത് കൊടുക്കാൻ പറയുന്നു. അപ്പോൾ രസീത് എന്ന് പറയുന്നത് 2A ആണ്. സ്വർണം, വെള്ളി വകകൾക്ക് നമ്മൾ കൊടുക്കുന്നത്, തിരുവിതാംകൂർ ദേവസ്വം കൊടുക്കുന്നത് 2A എന്ന രസീതാണ്. മറ്റ് ഓട്ടുപാത്രങ്ങൾ അതുപോലുള്ള നിലവിളക്ക് കൊടുക്കുന്നത് 2ാം നമ്പർ രസീതുമാണ്. അപ്പോൾ 2Aയിലേക്ക് ഈ രസീത്, ഈ സ്വർണം, വെള്ളി വകകളുടെ വിവരം ഇടുന്നു. അപ്പോൾ ഇവരെ ഇടുന്നതിന് മുമ്പ് ഈ നമ്മുടെ സ്വകാര്യ ബാങ്കുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ സാമ്പത്തിക വിനിമയം നടത്തുന്ന സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ ഈ സ്വർണം പണയം വയ്ക്കാൻ പോകുമ്പോൾ അവർ താൽക്കാലികമായി ഈ സ്മിത്തിനെ വിളിപ്പിച്ച്
ഇതിൻ്റെ മാറ്റമൊക്കെ നോക്കുന്നതിൽ അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ക്ഷേത്രങ്ങളുമാനുബന്ധിച്ച് അവർക്കൊരു സ്വർണ്ണക്കടയോ അല്ലെങ്കിൽ ഒരു സ്വർണ്ണ പണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളുണ്ടാവും. അപ്പോൾ ഈ ദേവസ്വം ജീവനക്കാരനെയും കൂട്ടി രസീത് എഴുതുന്നതിന് മുമ്പ് ഈ സ്വർണ്ണ ഐറ്റവും കൂട്ടി ദേവസ്വം ഓഫീസർ ഇത് കൂടെ പോവുകയും, വലിയ ഐറ്റമാണെങ്കിൽ അദ്ദേഹം ഒന്നിച്ചു പോവുകയും, ഇല്ലെങ്കിൽ ദേവസ്വം ജീവനക്കാരെയും കൂട്ടി വിടുകയും ആ സ്ഥിരം സ്വർണ്ണപ്പണിയെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ അതിൻ്റെ മാറ്റും അതിൻ്റെ തൂക്കവും ഒക്കെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, രേഖാമൂലം കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചാണ് രസീത് എഴുതുന്നത്. അപ്പോൾ രസീത് എഴുതുന്നതിന് മുമ്പ് ഇത് വഴിപാടുകളോട് ചോദിക്കും, ഇതൊക്കെ ശരിയല്ലേ എന്ന് ചോദിക്കും. അദ്ദേഹം തൃപ്തനാണെങ്കിൽ അങ്ങനെ അദ്ദേഹം വാങ്ങിച്ച ബില്ലുമായിട്ട് താരതമ്യപ്പെടുത്തി തൃപ്തനാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് 2-ാം നമ്പർ രസീത് ക്ഷമിക്കണം 3A എന്ന രസീത്. 2 എന്ന് പറയുന്നത് ഈ ഭരണിപാത്രത്തിന് വേണ്ടിയുള്ളതാണ്. ഭരണിപാത്രങ്ങൾ നിലവിളക്കാകാം, എന്തുവാകാം, ഓട്ടുപാത്രങ്ങൾ ഒക്കെയാണ്. സ്വർണ്ണം വെള്ളി വകകൾ 3A എന്ന് പറഞ്ഞ രസീതായിട്ടുള്ളത്. 2A എന്ന് ഞാൻ പറഞ്ഞാൽ അത് തിരുത്തുക, 3A. അപ്പോൾ ഈ 3Aയും ചേർത്തിട്ട് 2A എന്ന് പറയുന്ന വേറെ രജിസ്റ്റർ ഉണ്ട്. ഈ രജിസ്റ്ററിലേക്ക് ഇത് പോകും. 3Aയിൽ ചേർക്കുന്ന ഇത് 2A എന്ന രജിസ്റ്ററിലേക്ക് ചേർക്കപ്പെടും. 2A എന്ന രജിസ്റ്ററിൽ മേലാഫീസർ ദേവസ്വം സന്ദർശിക്കുമ്പോൾ ഇത് 4-ൽ ചേർക്കുക, 4-ാം നമ്പർ തിരുവാഭരണ രജിസ്റ്ററിൽ ചേർക്കുക എന്ന് ഉത്തരവിടും. അങ്ങനെ 4-ാം നമ്പർ തിരുവാഭരണ രജിസ്റ്ററിൽ ചേർക്കുകയും തുടർന്ന് ഇത് സ്ട്രോങ് റൂമിൽ വെക്കുന്നതിന് വേണ്ടി റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതത് ഗ്രൂപ്പിൻ്റെ, ദേവസ്വം ഏത് ഗ്രൂപ്പിലാണോ അതത് ഗ്രൂപ്പിൻ്റെ സ്ട്രോങ് റൂമിൽ ഇത് വിൽക്കുന്നതിന് മുൻകൂട്ടി തീയതി നിശ്ചയിച്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസ് ഉത്തരവ് കൊടുക്കുകയും ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്വർണ്ണ ഐറ്റങ്ങളുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ സബ് ഗ്രൂപ്പ് ഓഫീസറോ സ്ട്രോങ് റൂമിലെത്തുകയും അത് സ്ട്രോങ് റൂം മകസറിൽ ചേർത്ത് അവിടുത്തെ ഈ ദേവസ്ഥയിലേക്കുള്ള തിരുവാഭരണത്തിൻ്റെ ഒരു പെട്ടി ഉണ്ടാവും, സീലിൻ്റെ പെട്ടി. ആ സീല് ദേവസ്വം ഗാർഡ്സിൻ്റെയും മറ്റ് ജീവനക്കാരുടെയും അസിസ്റ്റന്റ് കമ്മീഷണറുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഇത് എടുത്ത് മുദ്രപ്പൊതി ഇളക്കി അത് പരിശോധിച്ച് ശരിയെന്ന് ബോധ്യപ്പെട്ട് അത് വെക്കുകയും പിന്നീട് പഴയ പൂർവ്വസ്ഥിതിയിൽ കൂട്ടി മുദ്ര വെക്കുകയാണ് ചെയ്യുന്ന പതിവ്. അത്ര ഗൗരവമായിട്ടാണ് ഇത് കാണുന്നത്. ഈ അവസരത്തിൽ ഞാനൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ശബരിമല ദേവസ്വത്തിലെ നടപടികളുടെ ഗൗരവം ഞാൻ ഈ പറയുന്ന ഉദാഹരണത്തോട് നിങ്ങൾക്ക് ബോധ്യമാകും, പൊതുവെ സമൂഹത്തിന് ബോധ്യമാകും. അവിടെ ഈ ഭക്തരെ കാണിക്ക പെട്ടിയിൽ ലോട്ടറി ടിക്കറ്റ് ഭാഗ്യക്കുറി നിക്ഷേപിക്കുന്ന സ്വഭാവം ഉണ്ടാവും, ഓരോരുത്തരുടെ വിശ്വാസമാണ്. അപ്പോൾ ഈ ഭാഗ്യക്കുറി ടിക്കറ്റുകൾ എടുക്കപ്പെടുത്തേക്ക്, അത് കാണിക്ക പഞ്ചി പൊട്ടിച്ചെടുക്കപ്പെടുത്തേക്ക് തീയതി കഴിഞ്ഞിരിക്കും. അതിൻ്റെ ടിക്കറ്റിൻ്റെ കാലാവധി, എന്തെങ്കിലും സമ്മാനം ഉണ്ടെങ്കിൽ തന്നെ അത് കളക്ട് ചെയ്യേണ്ട കാലാവധി പക്ഷേ കഴിഞ്ഞിരിക്കും. അങ്ങനെ കാലാവധി കഴിഞ്ഞതും യാതൊരു ഉപയോഗവുമില്ലാത്തതുമായ ഈ ടിക്കറ്റുകൾ സ്പോട്ടിലൊന്നും കീറിക്കളയില്ല. ഈ ടിക്കറ്റുകൾ സൂക്ഷിച്ച് വെച്ചേക്കും. അങ്ങനെ സൂക്ഷിച്ച് ഒരു മുറി മുഴുവൻ ടിക്കറ്റുകളായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കസ്റ്റഡിയിലാണ് ഈ മുറി. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ പുതുതായി ഒരു സാധനം പൊതിയാൻ പോലും കൊള്ളാത്ത, ആർക്കും ഒന്നിനും ഒരു പ്രയോജനമില്ലാത്ത ഈ ഒരു മുറി നിറഞ്ഞ് സൂക്ഷിക്കുന്ന ഈ ലോട്ടറി ടിക്കറ്റുകളെ അത് മകസംപ്രകാരം ഏൽക്കുന്നത്. ഞാൻ ഇത് പറയാൻ കാരണം, എങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, പ്രത്യേകിച്ച് ശബരിമല ദേവസ്വം ഭക്തർ നിക്ഷേപിക്കുന്ന യാതൊരു വിലയില്ലാത്ത ഒരു വസ്തുവിനോടുകൂടിയുള്ള ഒരു വസ്തുവിനോട്, കാര്യം ലോട്ടറി ടിക്കറ്റ് അറിയാം, നീളവും വീതി ഒന്നും പൊതിയാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള ഒരു ലോട്ടറി ടിക്കറ്റ് പോലും എത്രത്തോളം ഗൗരവമായിട്ടുണ്ട്, കാലാവധി കഴിഞ്ഞ ലോട്ടറി ടിക്കറ്റ് പോലും എത്ര ഗൗരവമായിട്ട് ദേവസ്വം എടുക്കുന്നറിയാം. അദ്ദേഹം എന്ത് ചെയ്തു, ഇത് റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ കൊടുത്തു. എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം കമ്മീഷനോട് നശിപ്പിക്കാൻ വേണ്ടി റിപ്പോർട്ട് കൊടുക്കുന്നു. ദേവസ്വം കമ്മീഷൻ ബോർഡിലേക്ക് കൊടുക്കുന്നു. ബോർഡ് എന്ത് ചെയ്തു, തിരുവാഭരണ കമ്മീഷണറുടെയും വിജിലൻസിന്റെയും സാന്നിധ്യം നശിപ്പിക്കുന്നതിന് ബോർഡ് ഉത്തരവാകുന്നു. ആ മകസറിൽ, അത് നശിപ്പിച്ച മകസറിൽ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ സാക്ഷിയാവുന്നുണ്ട്. ദേവസ്വം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ സാക്ഷിയാവുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസർ സാക്ഷിയാവുന്നുണ്ട്. ദേവസ്വം വിജിലൻസ് ഓഫീസർ
തിരുവാഭരണ കമ്മീഷൻ ഇത്രയും പേരുടെ സാന്നിധ്യത്തിലാണ് അത് നശിപ്പിക്കുന്നതും. അതെങ്ങനെ നശിപ്പിച്ചു എന്ന് വരെ ആ മകസർ പരിശോധിച്ചാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് എത്ര ലാഘവത്തോടു കൂടിയാണ് കിലോ കണക്കിനുള്ള സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളും അതുപോലെ തന്നെ അനുബന്ധമായ സ്വർണ്ണ ഉരുപ്പടികളും ഒക്കെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്ത് നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ദേവസ്വം കമ്മീഷൻ, ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം കമ്മീഷൻ വെളിയിൽ വരുന്നതാണ്. അദ്ദേഹം നിശ്ചിതമായ ഒരു കാലത്തെ പരിചയമുള്ളൂ. ബോർഡ് അധികാരികൾ നിശ്ചിതമായ കാലത്തെ പരിചയമുള്ളൂ. പക്ഷേ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ശബരിമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, തിരുവാഭരണ കമ്മീഷണർ, ചീഫ് എഞ്ചിനീയർ എന്ന് വേണ്ട ഇവരെല്ലാം തന്നെ LD ക്ലർക്കായിട്ടു. മരാമത്ത് വിഭാഗ ഉദ്യോഗസ്ഥരാണെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് സംഭവസ്ഥരായിട്ടോ മറ്റോ ആക്കുന്നത്. അപ്പോൾ മിനിസ്റ്റീരിയൽ വിങ്ങില് ഇവരെല്ലാം തന്നെ LD ക്ലർക്കായിട്ട് കയറുന്നവരാണ്. അപ്പോൾ ഇവരുടെ എഴുത്തുകുത്തുകളിലൂടെ ഇവർ ഓരോ സെക്ഷൻ പ്രൊമോഷനായി കൂടിയായി HC ആയി, സൂപ്രണ്ടായി, അസിസ്റ്റന്റ് കമ്മീഷണറായി, ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ റാങ്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നവർക്ക് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. ഇനിയും ഇവിടെ ഇത്രയൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ ദേവസ്വം ഒരുപക്ഷെ വരുത്തിട്ടുണ്ടാകാം, ദേവസ്വം വരുത്തിട്ടുണ്ടാകാം, പക്ഷെ വെളിയിലൊന്നും വരുന്നില്ല. ഈ 2000 ഇത് സ്ഥാപിച്ചത്, വിജയമല്ലി സ്ഥാപിച്ചത് 1998. 1998 ഈ നടപടിക്രമങ്ങളുടെ മകസറുണ്ടാകും. ഓരോ ദിവസവും അതിന്റെ പണി ചെയ്ത് ദിവസം രാവിലെ എഴുതിയ മകസർ, വൈകിട്ട് എഴുതിയ മകസർ, അനുബന്ധ മകസറുകൾ ഇതെല്ലാം ഉണ്ടാവും. ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഹാജരാക്കാൻ പറഞ്ഞാൽ ഇത് അവിടെ എത്തും, നിമിഷങ്ങൾക്കകം എത്തുവിടെ. ആദ്യം എത്തി അത് വെരിഫൈ ചെയ്യാം. അതിനുശേഷം 2019 എങ്ങനെ മകസർ എഴുതപ്പെട്ടു, ആ മകസറിൽ എങ്ങനെ ചെമ്പായി, ആരാണ് ആദ്യമായി ചെമ്പെന്ന് പ്രയോഗിച്ചത്, ആണോ? സാധാരണഗതിയിൽ ശബരിമല ദേവസ്വമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കുറിക്കുന്ന റിപ്പോർട്ടാണ്. ഇപ്പൊ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണോ ചെമ്പെന്ന് എഴുതിയത്? അതല്ല, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിനായ റിപ്പോർട്ട് വരുമ്പോൾ അത് എക്സിക്യൂട്ടീവ് ഓഫീസറെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ പരിശോധിക്കുന്നു, യൂണിസോൺ ഉൾപ്പെടെ പരിശോധിക്കുന്നു. പരിശോധിച്ച് ഫയലായിട്ട് ഇത് എക്സിക്യൂട്ടീവ് ഓഫീസർ സബ്മിറ്റ് ചെയ്യുന്നു. എക്സിക്യൂട്ടീവ് ഓഫീസർ ചെമ്പ് കാണുന്നില്ലേ, ചെമ്പെന്ന പ്രയോഗം കാണുന്നില്ലേ? കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കായാലും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കായാലും ഓഫീസ് സ്റ്റാഫിനായാലും എക്സിക്യൂട്ടീവ് ഓഫീസർക്കായാലും എത്തി നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലാണ് ഭഗവാന്റെ മുമ്പിലുള്ള ദ്വാരപാലക ശില്പങ്ങൾ. ഇവർക്കാർക്കും മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ട് അവിടെ എത്തുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന ദേവസ്വം കമ്മീഷനിലെ സെക്ഷൻ അറിയില്ലേ? റിമാക്സ് ആവശ്യപ്പെടുമ്പോൾ തിരുവാഭരണ കമ്മീഷൻ അറിയില്ലേ? 1998-99 കാലഘട്ടത്തിൽ വിജയമല്യ ഇങ്ങനെ ഒരു വഴിപാട് നടത്തി എന്നുള്ള വിവരം ദേവസ്വം ബോർഡ് ജീവനക്കാർക്കല്ല, അയ്യഭക്തരായ സമസ്ത ലോകത്തെമ്പാടുമുള്ള അയ്യഭക്തർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ തിരുവാഭരണ കമ്മീഷൻ അറിയില്ലേ? അറിയാം. അങ്ങനെ റിപ്പോർട്ട് പോയപ്പോൾ ദേവസ്വം കമ്മീഷൻ ഓഫീസിൽ പരിശോധിക്കപ്പെടുന്നില്ല, ബോർഡ് ഓഫീസിൽ പരിശോധിക്കണം. ബോർഡ് ഓഫീസിൽ ഈ ഫയൽ ബോർഡിൽ എത്തുന്നതിന് മുമ്പ് ബോർഡ് ഓഫീസിൽ ശബരിമല സെക്ഷന്റെ പ്രത്യേക സെക്ഷൻ ഉണ്ട്. ദേവസ്വം കമ്മീഷൻ ഓഫീസിലായാലും ബോർഡ് ഓഫീസിലായാലും ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേക വിങ് ഉണ്ട്, അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട്. ഇവരെല്ലാം പരിശോധിച്ചാണ് സെക്രട്ടറിക്ക് ഫയൽ പോകുന്നത്. സെക്രട്ടറി റിമാർക്സ് കൂടിയാണ് ബോർഡിലേക്ക് ഫയൽ പോകുന്നത്. ഇവിടെ ആരും ഇത് കണ്ടില്ലേ? ഈ കാലഘട്ടത്തിൽ ഇത്രയും വിഷയമുള്ളപ്പോഴാണ് ഇവരെ ആരെയും ചോദ്യം ചെയ്യാനോ ഈ ഫയലുകളൊന്ന് പരിശോധിക്കാനോ ഈ ബോർഡ് തയ്യാറാകാതെ ചെമ്പ് എന്ന് പ്രയോഗിക്കപ്പെട്ട ഉത്തരവ് കയ്യിലുള്ള നാളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഉണ്ണികൃഷ്ണൻ നായരുടെ പ്രകടനം. ഏതായാലും ഞാൻ എൻ്റെ വിശദാംശത്തിൽ കടക്കുന്നില്ല, ലോക്കൽ ഫണ്ടിലേക്ക് തന്നെ വരാം. ഇവിടെ ലോക്കൽ ഫണ്ടുകാര് ടെസ്റ്റ് ഓഡിറ്റാണ്. ഒരു ദേവസ്ഥയിൽ വരുമ്പോൾ
അപ്പോൾ ഇന്റേണൽ ആഡിറ്റ് ഉണ്ട്, 2 ആഡിറ്റാണ് നമുക്ക് ദേവസ്വങ്ങളുള്ളത്. ഇന്റേണൽ ആഡിറ്റ് ഉണ്ട്, ലോക്കൽ ഫണ്ട് ആഡിറ്റും ഉണ്ട്. അപ്പോൾ ലോക്കൽ ഫണ്ട് ആഡിറ്റ് എന്ന് പറയുന്നത് അവർ സാമ്പത്തിക വർഷാടിസ്ഥാനത്തിലായി നടത്തുന്നത്. ഇപ്പോൾ ഒരു ദേവസ്വത്തിലേക്ക് വരുന്നു, ആ വരുമ്പോൾ അവരെപ്പോൾ വരുന്നു, ആ സാമ്പത്തിക വർഷം എവിടെ വെച്ച് ആരംഭിച്ചോ ആ സാമ്പത്തിക വർഷം എവിടെ അതനുസരിച്ച് ഇവിടെ നോക്കുന്നത്, സാമ്പത്തിക വർഷം നോക്കുന്നത് നിശ്ചിത പീരീഡ്. പക്ഷെ ആ പീരീഡ് നോക്കുമ്പോൾ ഇതിൻ്റെ കണക്റ്റഡ് ഫയലിലേക്ക് പോകേണ്ടി വരും. ഉദാഹരണത്തിന് എ എന്നൊരാൾ ബി എന്നൊരാൾക്ക് ചാർജ് കൊടുക്കുന്നു. ചാർജ് കൊടുക്കുമ്പോൾ അതിൽ കുറേ സ്വർണം വെള്ളി ആഭരണം ഉണ്ടാകാം, തിരുവാണായിട്ടും ഉണ്ടാകാം. അല്ലെങ്കിൽ അങ്ങനെ ആഭരണം കൊടുക്കുന്ന ചാർജ് മദസ്സർ പരിശോധിക്കുന്ന ലോക്കൽ ഫണ്ട് ആഡിറ്റേഴ്സിനെ ഈ പ്രീവിയസ് മദസ്സറിലേക്ക് പോകേണ്ടതായിട്ട് വരും. കണക്ഷൻ ഉണ്ടാവും. ഈ പ്രീവിയസ് മദസ്സർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ സാമ്പത്തിക പീരീഡിൽ ഉൾപ്പെടുന്നതായിരിക്കില്ല, 3-4 വർഷം മുമ്പുള്ളായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സാമ്പത്തിക പീരീഡിലേക്ക്, നിശ്ചിത പീരീഡിലേക്കാണ് ലോക്കൽ ഫണ്ട് ആഡിറ്റ് നടക്കുന്നതെങ്കിലും ഇതിനകത്തിലെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി പ്രീവിയസ് രജിസ്റ്ററുകളിലേക്കും റെക്കോർഡുകളിലേക്കും രസീതുകളിലേക്കും ഒക്കെ ആഡിറ്റുകാർക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ അത് കാണാം, അത് പരിശോധിക്കപ്പെടും. അതേ സ്വഭാവമാണ് 2019 ഈ മദസ്സർ ലോക്കൽ ഫണ്ട് ആഡിറ്റുകാരുടെ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ കണക്ഷൻ കിടക്കുന്നത് 1998-99 മദസ്സർ എഴുതപ്പെട്ട മദസ്സറിലേക്കാണ്. അത് ആഡിറ്റ് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും ഉള്ള ലോക്കൽ ഫണ്ട് ആഡിറ്റിന് വിധേയമായതാണ്. അങ്ങനെ വിധേയമായെങ്കിൽ എന്തുകൊണ്ട് അവർ ഈ വൈരുദ്ധ്യം എടുത്തു പറഞ്ഞില്ല? ഇനി പറഞ്ഞു അറിയില്ല. അങ്ങനെയാണെങ്കിൽ അവരിൽ നിന്നും എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടേണ്ടതുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ലോക്കൽ ഫണ്ട് ആഡിറ്റുകാരിൽ നിന്ന് എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. അനൗദ്യോഗികമായി ഞാൻ അറിഞ്ഞത് ശബരിമല ദേവസ്ഥത്തിലെ ഈ സീസൺ സമയത്ത് ഈ ലോക്കൽ ഫണ്ടുകാരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മാത്രം അവർ തീരുമാനിക്കുന്നവരാണ് ആഡിറ്റ്. സീസൺ സമയത്ത് വരുന്നു, ഈ സാമ്പത്തിക റിസപ്റ്റും പ്രകാരമുള്ള സാമ്പത്തിക വ്യവഹാരങ്ങൾ ഓരോ ദിവസം നോക്കി കൂട്ടിക്കെട്ടി പോകുന്നതാണ്. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് സൂചിക്കുന്ന 2 വിഭാഗമുണ്ട്. ലോക്കൽ ഫണ്ട് ആഡിറ്റേഴ്സും ഓഡിറ്റ് വിഭാഗവും, ലോക്കൽ ഫണ്ട് ഡെപ്യൂട്ടി ഉൾപ്പെടുന്ന ലോക്കൽ ഫണ്ട് ആഡിറ്റ് വിഭാഗവും വിജിലൻസ് വിഭാഗവും. വിജിലൻസ് ഞാൻ വരാം. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഇവർ 2 പേരും സാമ്പത്തിക ക്രമക്കേടുകളോ അഴിമതികളോ കണ്ടെത്തുന്ന വിഭാഗങ്ങളാണ്. ഈ വിഭാഗങ്ങളെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് സമസ്തരും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഒരുക്കിക്കൊടുക്കും. അതുകൊണ്ട് ഇവരെ ഇപ്പോൾ ശബരിമല ദേവസ്ഥയിൽ വന്ന് ആഡിറ്റിൻ്റെ ഭാഗം നടത്തിപ്പോയാൽ ഇവരുടെ ആഡിറ്റിൽ അപാകതയുണ്ടെന്നോ ഇവരുടെ ആഡിറ്റ് പൂർണ്ണമല്ലെന്നോ ആരും പറയില്ല. പക്ഷേ 2004 22/1/2004 ROC 3426/2003/HCA ബോർഡ് ഉത്തരവ് ഗൗരവമായി പരിശോധിച്ചാൽ ഇവരും ശബരിമല ദേവസ്ഥത്തിൽ ഈ മദസ്സറുകൾ പരിശോധിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമാവും. കാരണം ഇവരുടെ ലോക്കൽ ഫണ്ട് ആഡിറ്റുകാരുടെ വിവിധ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ദേവസ്വങ്ങളിൽ വരുന്ന സ്വർണം വെള്ളി വകകളുടെ രജിസ്റ്ററിന്റെ പരിപാലനവും മറ്റും നിയമാനുസൃതമായിട്ടാണ് നടക്കുന്നതെന്നും അത് രജിസ്റ്ററുകൾ കൃത്യമായി പാലിക്കപ്പെടുന്നില്ലെന്നും മറ്റുമുള്ള ഒട്ടനവധി ആഡിറ്റ് റിപ്പോർട്ടുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വരികയും അതിന്മേലുള്ള ലോക്കൽ ഫണ്ട് ആഡിറ്റുകാരുടെ ഇത്തരത്തിലുള്ള സമാന സ്വഭാവത്തിലുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങിയ ഒരു ഉത്തരവാണ്, വിധിന്യായമുണ്ട്. ആ വിധിന്യായമാണ് ഇത് റഫറൻസ് ആയിട്ടൂടെ കാണിച്ചേക്കുന്നത്, സൂചനയായി കാണിച്ചേക്കുന്നത്. റഫറൻസ് അല്ല, സൂചനയായി കാണിച്ചേക്കുന്നത്. റഫറൻസ് പറയുന്നത് ലോക്കൽ ഫണ്ട് ആഡിറ്റിൻ്റെ വിവിധ ദേവസ്വങ്ങളിലെ സ്വർണം വെള്ളി അവരുടെ പരിശോധന വിഷയം. അപ്പോൾ വിഷയവും റഫറൻസ് സൂചനയും വിഷയവും സൂചനയും സബ്ജക്റ്റ് ദേവസ്വങ്ങളിൽ വരവുള്ള വിലപിടിപ്പുള്ള ഉരുപ്പടികളുടെ വിവരങ്ങൾ, റഫറൻസ് വിധിന്യായം. ഈ 2 കാര്യങ്ങളും വെച്ച് പരിശോധിക്കുമ്പോൾ ഈ 22/1/2004 ഉത്തരവ് ശരിയായി നമ്മൾ നിരീക്ഷിച്ചാൽ ലോക്കൽ ഫണ്ട് ആഡിറ്റുകാർക്കും ഈ വിഷയങ്ങൾ അറിയാമെന്ന് ബോധ്യമാകുന്നുണ്ട്.
അത് ദേവസ്വം മാനുവൽ, പരിഷ്കരിച്ച ദേവസ്വം മാനുവൽ വോളിയം 1 പേജ് നമ്പർ 396, 397. ഈ പേജിൽ ഇത് ഗൗരവമായി പരിശോധിച്ചാൽ തിരുവാഭരണം, വെള്ളി വകകളുടെ നടപടിക്രമങ്ങളും ആയവ അതിൻ്റെ നിയമാനുസൃതമായി പരിപാലിക്കുന്നതിന് ആരൊക്കെയാണ് ഉത്തരവാദിത്തപ്പെട്ടവരെന്നും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവാഭരണ കമ്മീഷണറുടെ ഉത്തരവാദിത്വം, ദേവസ്വം വിജിലൻസിന്റെ ഉത്തരവാദിത്വം ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയും ദേവസ്വം വിജിലൻസിലേക്ക് വരാം. ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസ് സംവിധാനം ഉണ്ടായ സമയത്ത് ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ഒരു ക്ലാർക്കും മാത്രമായിരുന്നു. അന്നത്തെ കാര്യക്ഷമത ഇന്നില്ല, ഇന്നത്തെ വിജിലൻസ് സംവിധാനത്തില്ല. അന്ന് വിജിലൻസിന് ഭയമുണ്ടായിരുന്നു. എല്ലാ ക്ഷേത്രങ്ങളിലെയും ആചാരാനുഷ്ഠാനങ്ങളും സാമ്പത്തിക വിനിമയങ്ങളും ഒക്കെ നിയമാനുസൃതം നടന്നു. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ക്ഷേത്രങ്ങളിലെ വരുമാനം ക്രമാതീതമായി വർദ്ധിച്ചു. ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായും ചുറ്റുകൂടി നടന്നു. ഒറ്റ അസിസ്റ്റന്റ് കമ്മീഷൻ മാത്രം ഉണ്ടായിരുന്ന കാലത്ത്. എന്നാൽ കാലം മാറി, ഒരുപാട് വിഷയങ്ങളൊക്കെ ദേവസ്വം ഉണ്ടായപ്പോൾ ആ വിഷയങ്ങൾക്ക് പരിഹാരം എന്ന നിലയിലാണ് വെളിയിൽ നിന്ന് ആദ്യം DYSP വരുന്നു, പിന്നീട് SP ആയി മാറുന്നു. SP വരുന്നു. ഇപ്പം കഴിഞ്ഞ കാലത്തേക്ക് ഞാൻ പോകുന്നില്ല. നിലവിൽ പറയാമെങ്കിൽ ഒരു SP, 2-3 SIമാർ, കുറേ ഓരോ SIക്ക് 3 കണക്കെങ്കിലും ഇവിടെ അങ്ങനെയൊന്നും അല്ലെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ റിട്ടയർഡായ ഉദ്യോഗസ്ഥനാണ്. ഞാൻ ഇത്രയും പറയാൻ കാരണം ഈ രേഖ മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഹൈക്കോർട്ട് ഓഡിറ്റ് സെക്ഷൻ ഇരിക്കുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റുമായി ബന്ധപ്പെട്ട ലയബിലിറ്റി സെറ്റിൽമെന്റ് നടപടികളുമായി ബന്ധപ്പെട്ടും കുറേ കാലം പ്രവർത്തിച്ചവനാണ്. അപ്പോൾ ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ സ്വഭാവം, ഹൈക്കോടതി നിർദ്ദേശങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ കുറേയൊക്കെ ജോലിയുടെ സ്വഭാവത്തിന്റെ ഭാഗമായി നിരീക്ഷിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിജിലൻസിലെ SP, 2-3 SIമാർ, ഒരു SIക്ക് 3-ൽ കുറയാതെ കോൺസ്റ്റബിൾമാർ. ഇപ്പം റിട്ടയർഡ് ആയതുകൊണ്ട് എനിക്ക് അറിയത്തില്ല പേരുണ്ടെന്ന്. കുറേ അധികം ആൾക്കാരുണ്ട്. കോൺസ്റ്റബിൾമാർ ഒരുപാടുണ്ട്. പിന്നെ 2 അസിസ്റ്റന്റ് കമ്മീഷണർമാർ. പിന്നെ ഇവർക്കെല്ലാം, ഈ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കാറ്, പിന്നെ ഡ്രൈവർമാർ, ക്ലാർക്കന്മാർ, ടൈപ്പിസ്റ്റുകൾ, പിയൂണന്മാർ എന്ന് വേണ്ട ഒരു വർഷം 1-2 ലക്ഷം ചിലവാകുന്ന വിജിലൻസ് സംവിധാനത്തിന് കോടികളാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചിലവാക്കുന്നത്. ഒരു വെള്ളാണ് തന്നെയാണ്. ദേവസ്വങ്ങളാണ് തകർച്ചയിലേക്കാണ്. വരുമാനം നന്നേ കുറഞ്ഞു. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കി അറിയാം. ഞാൻ വെല്ലുവിളിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വിജിലൻസ് ഓഫീസറോട്, ചീഫ് വിജിലൻസ് ഓഫീസറോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ധൈര്യമുണ്ട് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പൊതുസമൂഹത്തിലേക്ക് കൊടുക്കാൻ. മഹാക്ഷേത്രങ്ങളിലെ വരുമാനം സംബന്ധിക്കുക, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 3 വർഷത്തെ വരുമാനം സംബന്ധിച്ച് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ദേവസ്വം ബോർഡിന് കഴിയുമോ, വിജിലൻസ് ഓഫീസർ കഴിയുമോ, ദേവസ്വം കമ്മീഷൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. കാരണം താഴോട്ടാണ്, എല്ലാം താഴോട്ടാണ്. ഉദ്യോഗസ്ഥന്മാർ ഒരുപാടുണ്ട്. ഇൻസ്പെക്ഷൻ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർമാർ, ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി കമ്മീഷണർമാർ, സ്വർണം വെള്ളി വകകളുടെ പരിശോധനയ്ക്കായി തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ റാങ്കാണ്. വാഹനമുണ്ട്, എല്ലാ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. TA ഇനത്തിൽ വാങ്ങുന്ന എന്തിനെ ഈ വിജിലൻസ് വിഭാഗത്തിന്റെ ടൂർ ജേർണലുകൾ ഗൗരവമായി ഒന്ന് പരിശോധിക്കാവോ? കഴിഞ്ഞ 1 വർഷത്തെ ടൂർ ജേർണലുകൾ, TA ബില്ലിനോടൊപ്പമുള്ള ടൂർ ജേർണലുകൾ ഗൗരവമായി ഒന്ന് പരിശോധിക്കാമോ ദേവസ്വം ബോർഡ്? മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിന്റെ ബില്ലുകൾ ഒന്ന് പരിശോധിക്കൂ. അവര് മാതൃസ്ഥാപനം ജോലി ചെയ്ത കാലയളവിലെ എന്തെങ്കിലും കുടിശ്ശിക പോലും ഉണ്ടെങ്കിൽ ഈ ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്ന് എഴുതി കൊടുത്ത ചരിത്രമുണ്ട്. അത്രത്തോളം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഈ വിജിലൻസ് വിഭാഗം 1% നന്ദി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാണിച്ചിരുന്നുവെങ്കിൽ ഈ ശബരിമലയിൽ ഈ വിഷയം ഉണ്ടാകുമായിരുന്നില്ല.
ഈ ഉത്തരവ് പ്രകാരം ഹൈക്കോടതിയുടെ വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ ഉത്തരവ് പ്രകാരം ഇതിന്റെ ലാസ്റ്റ് പാരഗ്രാഫില് അവരുടെ നിക്ഷിപ്തമായ ഡ്യൂട്ടി വ്യക്തമായി ദേവസ്വം ബോർഡ് ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്. ശബരിമലയിലെ ഈ നയപരമായ എല്ലാ കാര്യങ്ങളിലും, സാമ്പത്തിക ഇടപാടുകളിൽ, സ്വർണ്ണം വെള്ളി വകകളുടെ നടപടിക്രമങ്ങൾ, ഇവയെല്ലാം വിജിലൻസ് സാന്നിധ്യം അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള ഗൗരവമായ വിഷയങ്ങളിലുള്ള ഉത്തരവുകളുടെ പകർപ്പ് വിജിലൻസിന് പോകും. വിവരം അറിയുവാനും വേണം നടപടിക്കുമായി എന്ന് ഫോർ ഇൻഫർമേഷൻ ആൻഡ് നെസസറി ആക്ഷൻ എന്ന് പറഞ്ഞ് വിജിലൻസിന് പോകും. അവരിതെല്ലാം അറിയുന്നുണ്ട്. ഇവിടെ 2 പോയിന്റാണ് പറയാനുള്ളത്. ഒന്ന്, ഈ 2019 ഇതില് അവിടെ മാസപൂജയ്ക്കായി, കർക്കിടക മാസപൂജയ്ക്ക് നട തുറക്കുന്നത് 16/7/2019 16/7/2019 21/7/2019 നട അടയ്ക്കുന്നത് മാസപൂജയാണ്. മാസപൂജയ്ക്ക് വിജിലൻസ് സാന്നിധ്യം ഉണ്ടല്ലോ. മാസപൂജയ്ക്ക് വിജിലൻസ് സാന്നിധ്യം ഉണ്ട്. അപ്പൊ മാസപൂജയ്ക്ക് വിജിലൻസ് സാന്നിധ്യം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണം വെള്ളി വകകൾ അടങ്ങുന്ന അല്ലെങ്കിൽ അത്യന്തം ഗൗരവമായ പഞ്ചലോഹ വിഗ്രഹത്തിന്റെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് അത് കൈമാറ്റം ചെയ്യുന്ന സാഹചര്യത്തില് എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവണം, തിരുവാഭരണ കമ്മീഷൻ ഉണ്ടാകണം. തിരുവാഭരണ കമ്മീഷനാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാം കസ്റ്റോഡിയൻ. തിരുവാഭരണ കമ്മീഷൻ ഉണ്ടാകണം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഉണ്ടാകണം, ചീഫ് എഞ്ചിനീയർ ഉണ്ടാകണം, വിജിലൻസ് വിഭാഗം ഉണ്ടാകണം. ഉണ്ടായേ പറ്റും. അപ്പൊ 2 കാരണങ്ങളാൽ നട തുറന്നിരിക്കുന്നു എന്ന് ഉള്ളപ്പോൾ വിജിലൻസ് സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാലും ഈ നടപടിക്രമങ്ങളിൽ ഈ ഉത്തരവിന്റെ പകർപ്പ് ചെമ്പോ എന്തോ ആയിക്കോട്ടെ, ചെമ്പോ ഓടോ എന്തോ ആയിക്കോട്ടെ, ആ ഉത്തരവും വിജിലൻസ് സംസ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒരാൾ SP ഉണ്ട്, SP-യുടെ കീഴിൽ 3 SI-മാർ, 2 SI-മാരായിക്കോട്ടെ, 2 AC-മാരുണ്ട്. ഈ വിജിലൻസ് വിങ്ങിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പോൾ ഒപ്പിട്ട് കാണും മകസറിൽ. ഇനി ഒരു കാര്യം കൂടി പറയാം. തിരുവാഭരണ കമ്മീഷനുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നെങ്കിലും അനൗദ്യോഗിക അറിവാണ്, എന്നെ തെളിവൊന്നുമില്ല. ഇനി കിട്ടിയ അറിവെന്ന് പറയുന്നത് തിരുവാഭരണ കമ്മീഷൻ അന്ന് അവിടെ പോയിട്ടില്ല. 2019 അനൗദ്യോഗിക അറിവാണ്, ശരിയാണെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. പക്ഷെ അത് തെളിവൊന്നുമില്ല. അദ്ദേഹം പോയിട്ടില്ല. ഒരു നിശ്ചിത ദിവസം മുമ്പ് വരെയും ഒപ്പുമില്ല. ഇപ്പൊ ഒപ്പിട്ടോണെന്ന് അറിയത്തില്ല. ഒരു നിശ്ചിത ദിവസം മുമ്പ് വരെയും ഒപ്പിട്ടില്ല തിരുവാഭരണ കമ്മീഷൻ ഈ മകസറിൽ. ഇതൊന്നും പരിശോധിച്ചിട്ടില്ലേ? അപ്പൊ എന്തുകൊണ്ട് ഈ വക വിഷയങ്ങളിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം കൂടെ കടക്കാതിരിക്കുന്നിടത്താണ് പൊതുസമൂഹത്തിന്റെ സംശയം വർദ്ധിക്കുന്നത്. ഇത് കോടികളുടെ അടിച്ചുമാറ്റലാണോ എന്ന സംശയം വർദ്ധിക്കുന്നത്. അപ്പം ഇവിടെ സാക്ഷിയായോ കുറ്റാരോപിതരായോ വരേണ്ട ദേവസ്വം വിജിലൻസ് ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ വേറെ എങ്ങോട്ടും പോയിട്ടില്ല. റിപ്പോർട്ടറാണ്, നമുക്കറിയത്തില്ല. നമുക്ക് എന്താ അറിയുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് 1 മണിക്കൂർ ചോദ്യം ചെയ്തു, മൊഴിയെടുത്തു. വേറൊരു വാർത്ത വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ അടുത്ത ദിവസം കാണും, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് 1.5 മണിക്കൂർ വിജിലൻസ് മൊഴിയെടുത്തു. എന്തൊരു മൊഴിയെടുപ്പാ! ഇന്ന് 1/2 മണിക്കൂറെ മൊഴിയെടുക്കാൻ കഴിയുന്നുള്ളൂ. മൊഴിയെടുപ്പ് തുറന്നേ പോകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകെ അടക്കാണ് വിജിലൻസ്. ഇത് വളരെ കഷ്ടമാണ്. ഇത് പൊതുസമൂഹം വരെ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങൾ ഈ 2 വിഷയങ്ങളിലേക്കൂടെ, ലോക്കൽ ഫണ്ട് ആഡിറ്റ് വിഷയത്തിലേക്കും ഈ വിജിലൻസിന്റെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സിലേക്കും ബഹുമാനപ്പെട്ട കർത്തവ്യബോധമുള്ള, കർമ്മനിഷ്ഠയുള്ള, ആർജവമുള്ള, പ്രതിബദ്ധതയുള്ള നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണമെന്ന് വിനയോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പറയാം. ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മാനുവൽ ഓഡിയോ നമ്പർ 1 പരിഷ്കരിച്ചതാണ്. പഴയ മാനുവല്ല, പരിഷ്കരിച്ച മാനുവൽ. ഈ മാനുവലില് 396, 398 പേജുകൾ. ഈ പേജുകൾ നിങ്ങളൊന്ന് പരിശോധിക്കുമ്പോൾ ലോക്കൽ ഫണ്ട് ആഡിറ്റുകാർക്കും വിജിലൻസിനും ഇതിൽ ബന്ധമുണ്ടോ, അവർ സാക്ഷിയായോ കുറ്റാരോപിതരായോ വരുമോ എന്ന് നിങ്ങൾക്ക് നോക്കാം. ഏതാവും ഒന്നെങ്കിലും ആവും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ സ്ഥാനത്താണ് ഇന്ന്
ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകെ ബിസിനസ്സുകാർ പോകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. നൂറനാട് മോഹനചന്ദ്രൻ.